ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈറലായിട്ടുള്ള മസ്കാ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. ഇത് വൈറലായിട്ട് കുറച്ചായി ട്രെൻഡിങ്ങിലായിട്ട് ഞാനിത് കുറച്ച് ലേറ്റായി ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും വൈറൽ റെസിപ്പിയാണല്ലോ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. ഈസിയാണ് ഉണ്ടാക്കാൻ, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിന് വേണ്ടത് ബണ്ണാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. പിന്നെ മിൽക്ക് മെയ്ഡും ബട്ടറും പിന്നെ വാനില എസൻസും, അത് ഓപ്ഷനിലാണ്. അപ്പോൾ അതൊരു ബൗളെടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ്. ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം, അതിനൊരു കണക്കില്ല. നമുക്ക് എത്രത്തോളം ക്രീം വേണം അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബട്ടറും മിൽക്ക് മെയ്ഡും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യും. ബട്ടർ കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ അധികം നേരം നമുക്കത് മിക്സ് ചെയ്യാൻ അധികം ടൈം വരില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പറഞ്ഞാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി ടെക്സ്ചർ വരുന്ന വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബണ്ണൊന്ന് ചൂടാക്കിയെടുക്കാം. ബട്ടറിൽ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്നും മതി, കളറൊന്നും ചേഞ്ച് ആവേണ്ട. രണ്ട് സൈഡും ഒരു പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ബണ്ണ് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലാതെയും ചെയ്യാം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി, നല്ല മുരിഞ്ഞിട്ടൊന്നും വരണ്ട. നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കത്തിയെടുത്ത് നമുക്ക് ബണ്ണൊന്ന് നടുകയൊന്ന് കീറി കൊടുക്കാം. നമുക്ക് അറിയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യുന്നത് തന്നെയാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീം തേച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുക്കാം. ക്രീം തേക്കുന്നതിന് ഒരു വിഷമം കാണിക്കണം, നിറച്ച് തേച്ച് കൊടുക്കാം. ക്രീം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമുക്ക് ആ പുറം ഭാഗം ഒന്ന് ഇതേപോലെ ക്രീം വെച്ചിട്ടൊന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇത് മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ആവശ്യത്തിനാണ് മധുരമാണ് നല്ല ടേസ്റ്റ്. ഒരുപാട് മധുരമാകുമ്പോൾ ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുക. അപ്പോൾ നമ്മുടെ വെണ്ണെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായയും കൂടെ ഉണ്ടാക്കാം, ഇറാനി ചായ. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നമുക്ക് അതിലേക്ക് ആവശ്യത്തിലുള്ള ചായപ്പൊടിയും പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു 2 ഗ്രാമ്പു, പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അത് തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ടൊന്ന് വറ്റി വരണം. പിന്നെ നമുക്ക് പാലും അപ്പുറത്ത് വെച്ച് കൊടുക്കാം. പാൽ നമ്മൾ 2 ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ആവുന്നവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ചായ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാലിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചായ നമുക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബണ്ണും ചായയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പ്ലെയിനായിട്ട് ടേസ്റ്റ് ചെയ്തതും ചായയിൽ ടേസ്റ്റ് ചെയ്തതും നോക്കുമ്പോൾ എനിക്ക് പ്ലെയിനായിട്ടുള്ള ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. ചായ മുക്കി കഴിക്കണക്കാട്ടിയും വെറുതെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. വൈറലായിട്ടുള്ള എല്ലാതും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ്. അതിൻ്റെ ക്രീമൊക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇത് നല്ലൊരു ഫ്ലേവറാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈസിയാണ് ഉണ്ടാക്കാൻ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.